കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആവർത്തന പുസ്തകം 22-ാമത്തെ അധ്യായം അതിൻ്റെ 23-ാമത്തെയും 24-ാമത്തെയും വാക്യത്തിൽ വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ പട്ടണത്തിൽ വെച്ച് കണ്ട് അവളോടുകൂടെ ശയനിച്ചാൽ യുവതി പട്ടണത്തിൽ ആയിരുന്നിട്ടും നിലവിളിക്കായ്ക കൊണ്ടും പുരുഷൻ കൂട്ടുകാരൻ്റെ ഭാര്യയ്ക്ക് പോരായ്ക വരുത്തിയതുകൊണ്ടും അവൾ അവരെ ഇരുവരെയും പട്ടണവാതിൽക്കൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞ് കൊല്ലേണം. ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ നിന്നും ദോഷം നീക്കിക്കളയണം എന്ന് ഒരു ന്യായപ്രമാണം മോശയുടെ കാലത്തിൽ എഴുതി വെച്ച് യഹോവ കൊടുത്തിരുന്നു. അപ്പോൾ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു ആ കന്യകയുടെ വയറ്റിൽ ജനിച്ചപ്പോൾ താൻ വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്നു ജോസഫിനോട്. അപ്പോൾ ആ ഒരു ജോസഫിനോട് വിവാഹ നിശ്ചയം ചെയ്യപ്പെട്ടിരുന്ന ആ ഒരു കാലയളവിലാണ് ഈ മറിയ ഗർഭിണിയായത്. അപ്പോൾ മറിയ ഗർഭിണി ആണ് എന്നറിഞ്ഞ ജോസഫ് ഇങ്ങനെ ഒരു നിയമം, അങ്ങനെയുള്ളവളെ കൊല്ലേണം എന്നുള്ള ഒരു നിയമം അവർക്ക് ആ ഒരു മോശയുടെ ന്യായപ്രമാണം ഇരുന്നത് കൊണ്ട് ഇതിനെ വെളിയിൽ പറഞ്ഞാൽ മറിയയുടെ ജീവൻ ആപത്തുണ്ടാകും എന്ന് വിചാരിച്ചിട്ട് ഗൂഢമായി കളയുവാൻ ഭാവിച്ചു എന്ന് വചനം പറയുന്നത്. ആരും അറിയാതെ തള്ളിക്കളയുവാൻ, ഇത് വേണ്ട എന്ന് തള്ളിക്കളയുവാൻ ആലോചിച്ചു എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, അപ്പോൾ ദൈവം ഇങ്ങനെ ഒരു ജോസഫ് മറിയെ വേണ്ടെന്ന് വയ്ക്കുവാൻ, മറിയ നല്ലൊരു പെണ്ണെന്നറിയാം, പക്ഷെ അവൾ എങ്ങനെയോ ഗർഭിണിയായി, അവളെ ഞാൻ വെളിയിൽ പറഞ്ഞാൽ അവൾക്ക് ജീവഹാനി വരും എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രവചനം, ഇത് ന്യായപ്രമാണം ഉണ്ടായിരുന്നു. പ്രിയ ദൈവമക്കളെ, ജോസഫിന് ദൈവദൂതൻ ദർശനമായതും അവളെ തള്ളിക്കളയരുത്, ചേർത്ത് കൊള്ളണമെന്ന് പറഞ്ഞതായിട്ട് നാം പുതിയ നിയമത്തിൽ വായിക്കുന്നു. അങ്ങനെ ഒരു പ്രവചനത്തിൻ്റെ ഒരു നിറവ് എന്ന് പറഞ്ഞാൽ നിറവാണ് യേശുക്രിസ്തുവിൻ്റെ ജനനം എന്ന് ഒന്നുകൂടെ ഈ പ്രവചനത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ഒരു ന്യായപ്രമാണത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, ഞങ്ങളെ അറിയാതെ ഞങ്ങളിൽ ഒരു കുറ്റം വരുമ്പോൾ അതിൽ നിന്ന് നമ്മെ രക്ഷപ്പെടുത്തുവാൻ അങ്ങൊരു പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ കർത്താവ് ഒരു മനുഷ്യനെ അയക്കുന്നത് പോലെ മറിയയുടെ നിഷ്കളങ്കതയും സൽസ്വഭാവവും മനസ്സിലാക്കിയ ദൈവം തൻ്റെ പുത്രന് ജനിപ്പാൻ തൻ്റെ വയറ്റിൽ സ്ഥലം കൊടുത്ത ആ ഒരു മറിയയെ രക്ഷിപ്പാൻ ഒരു വിശുദ്ധനായ അല്ലെങ്കിൽ നീതിമാനായ ഒരു ജോസഫിനെ തന്നെ അവർക്ക് വിവാഹ നിശ്ചയം ചെയ്യുവാൻ അങ്ങ് കണ്ടിരുന്നു. അതേപോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു പോകുന്ന, ദൈവമേ, അറിഞ്ഞോ അറിയാതെ വന്നു പോകുന്ന തെറ്റ് കുറ്റങ്ങളെ കർത്താവെ ക്ഷമിപ്പാനും അതിൽ നിന്നും ഞങ്ങളെ കർത്താവ് ഈ ലോകത്തിലുള്ള ശിക്ഷാവിധിയിൽ നിന്നും വരുവാനുള്ള ലോകത്തിലുള്ള ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷിപ്പാൻ അങ്ങയുടെ കൃപ കൊണ്ട് ഞങ്ങളെ കാത്ത് പരിപാലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് കാവലായ ഞങ്ങളുടെ ദൂതന്മാരെ അയക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.